കുറച്ച് ദിവസമായിട്ട് ഞാൻ യൂട്യൂബിൽ അങ്ങനെ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് എന്തോ ഒരു സുഖമില്ലായ്മ. എന്താണ് എനിക്കെന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല കേട്ടോ. എന്തോ ബോഡിക്ക് ആകെ ഒരു വല്ലായ്മ. രാവിലെ എഴുന്നേൽക്കുമ്പം ബോഡി ആകെ ഒരു 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 ക്ഷീണം പോലെ, വൈകുന്നേരം ആകുമ്പം വല്ലാത്ത വിശപ്പ്. ഇതെന്ത് രോഗമാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ നേരെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കേട്ടോ. അങ്ങനെ BP, ഷുഗർ, കൊളസ്ട്രോൾ, ഇതാണ് ഞാൻ സാധാരണ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ ചെക്ക് ചെയ്യാറുള്ളത്. അതിൽ കൂടിയ അസുഖങ്ങളൊന്നും എനിക്കില്ലെന്ന് അറിയാം. അതുകൊണ്ട് എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി അത്രയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പം റോഡൊക്കെ ശാന്തമായിട്ട് കിടക്കുന്നത്. പൊതുവേ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ മഞ്ഞല്ലേ, അതുകൊണ്ട് തന്നെ അതിൻ്റെ 8-9 മണി ആവാറായിട്ടും റോഡിലെ മഞ്ഞ് അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ. ഞാൻ വണ്ടിയൊക്കെ നിർത്തി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് മഞ്ഞൊക്കെ ആസ്വദിച്ച് നിന്ന്. മഞ്ഞൊന്നും അല്ലെന്നേ, ഒരു മൂടിക്കിടക്കുന്ന അന്തരീക്ഷം. അത് കണ്ടപ്പോൾ ഞാനൊന്ന് നിന്ന്, എന്നിട്ട് നേരെ അങ്ങ് വീട്ടിലെത്തിയിട്ട് നമ്മുടെ ചെടികളെയും പൂക്കളെയും ഒക്കെ ഒന്ന് നോക്കി കേട്ടോ. മഞ്ഞായതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട്. ഇപ്പോൾ നമ്മുടെ കിളിക്കൂട്ടിലെ കിളികളൊക്കെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ കിളിക്കൂട്ടിലെ ഞാൻ പുതുതായിട്ട് വാങ്ങിക്കൊണ്ടിട്ട ഒരു കിളി ഇപ്പം മുട്ടയിട്ട് അടയിരിക്കുന്നുണ്ട്. ഇതെൻ്റെ ഈ നീലപ്പൂവുള്ള ചെടി ഉണ്ടല്ലോ, അത് ഞാനൊരു നഴ്സറിയിൽ നിന്ന് 100 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ട് വന്നതായിരുന്നു. അതുകൊണ്ട് നട്ടപ്പം ഒരുമാതിരി ജീവനില്ലാത്ത പോലെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് 100 രൂപ പോയി. പക്ഷേ ഇപ്പോൾ തന്നെ പുള്ളിക്കാരൻ നല്ല ഉഷാറായിട്ട് വളർന്ന് നിറയെ പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. 2-3 മാസം മുന്നേ കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുക്കാൻ ഹെൽത്തിൽ പോയപ്പോൾ അവിടുന്ന് കിട്ടിയതായിരുന്നു ആ വെള്ള 10 മണിയുടെ ഒരു കുഞ്ഞ് കമ്പ് കേട്ടോ. അതിപ്പോൾ വളർന്ന് പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ വേണ്ട ഈ ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ഈ ബുക്ക് വാങ്ങിയത്. വായിച്ച് നോക്കിയിട്ട് ഇതെങ്ങനെ ഉണ്ടെന്ന് ഞാനൊരു റിവ്യൂ ഇടുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ATM ൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞാൻ ജീവനോടെ തിരിച്ചു വന്നത് ആരുടെയോ ഭാഗ്യം കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ പിന്നെ ടാറ്റ.